എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കൊട്ടിയൂരിലേക്കാണ്. നമ്മുടെ കൂടെ മൂകാംബിക തന്ത്രി രാമചന്ദ്ര അടിക ഉണ്ട്. അവരുടെ കൂടെ കൊട്ടിയൂരിലേക്ക് പോകാൻ പറ്റിയത് തന്നെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ അക്കരെ കൊട്ടിയൂരിലാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്നത്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയം ഇക്കരെ കൊട്ടിയൂരിൽ ഒരു പൂജയും ഉണ്ടായിരിക്കുന്നതല്ല. ബാവലിപ്പുഴയുടെ തീരത്താണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടവ മാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വൈശാഖ മഹോത്സവമായിട്ടാണ് ഇവിടെ ഉത്സവം ആഘോഷിക്കുന്നത്. കൊട്ടിയൂരിൽ ഭണ്ഡാര എഴുന്നള്ളത്ത് നടത്തുന്ന ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവമായും മകം ഭൂതഗണങ്ങളുടെ ഉത്സവമായി കൊണ്ടാടുന്നു. കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും പൂർത്തിയാകാറില്ല. വീരഭദ്രന് മറ്റേയാളുടെ തലയറുത്ത് ആ വാള് എറിഞ്ഞതാണ് കുതിരേരിയാണ് വിശ്വാസം. അത് ഇവിടുത്തെ ആ വാളറയിലുണ്ടാവും. ഈ ഉത്സവം തുടങ്ങുന്നത് ആ വാള് വരുന്നതുകൊണ്ട് ഉത്സവം അവസാനിച്ചാൽ അത് അവിടെ എത്തിക്കും. അതേ നമുക്ക് നടന്നിട്ടുണ്ട്. അത് പഴയ കാലത്തൊക്കെ കാശിലൂടെ തന്നെയായിരിക്കും. 4 മുടങ്കാലിലല്ലേ വെച്ചിരുന്നത് ശ്രീകോവിൽ. അത് പിഴുതെടുത്ത് അതിന് വെള്ളത്തിലിട്ടേക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാഗത്തിൻ്റെതാണെങ്കിൽ പോലും അത് പൂർത്തീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ അവസരത്തിന് ഈ കൊല്ലം ഏതാണോ അവസാനം ചെയ്ത ക്രിയ അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത കൊല്ലമാണ്. അപ്പോൾ പിന്നെ ഉഷപൂജ മുതൽ രാവിലത്തെ മുതൽ വരുന്നുണ്ടല്ലോ, അത് എവിടെ നിർത്തിയോ അത് കണ്ടിന്യൂ ചെയ്യണം അടുത്ത. അതെ, മകത്തിന് ശേഷം സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ആദ്യത്തെ നെയ്യാട്ടത്തിന് സ്ത്രീകളുണ്ടാവില്ല. ആദ്യത്തെ ചടങ്ങ് നെയ്യാട്ടമാണ്. നെയ്യാട്ടത്തിന് രാത്രി ഒരു 12 മണിക്ക് എല്ലാം വളരെ ശുദ്ധമായിട്ടായിരിക്കും. നമ്മൾ ആരെയും തുറന്ന് പാടില്ല. അതിൽ തന്നെ ആ നാളം തുറന്ന്, നാളെന്നതിന് പറയാം, അത് മൂടി വെച്ച് നാളം തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭക്തന്മാരൊക്കെ അന്ന് വന്ന് രാത്രിയായിരിക്കും ഈ പിന്നെ നെയ്യമൃത് അവിടെ അഭിഷേകം നടത്തും. ആദ്യത്തെ അഭിഷേകം അതാണ്. അന്നത്തെ അത് കഴിഞ്ഞ് ഉടനെ പിറ്റേ ദിവസം മണത്തന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന കരിമ്പന ഗോപുരം എന്ന് പറയും. അവിടെയാണ് സ്വർണ്ണം, വെള്ളി ഇതൊക്കെ ഉള്ളത്, എല്ലാ സാധനങ്ങളും. പിന്നെ ഇവിടുത്തെ ബലിബീംബങ്ങളൊക്കെ ഇക്കരെ കുട്ടികളുള്ളതാണ്. അവിടെ ഈ 1 മാസം പൂജയോ ഒന്നുമില്ല. എല്ലാം അതിൽ ഇവിടെ എഴുന്നള്ളിച്ച 2 കണ്ടില്ലേ, അത് 2 ബലിബീംബങ്ങൾ അവിടെ ഉള്ളതാണ്. ആദ്യമായിട്ട് പിന്നെ 1 മാസം മാത്രമല്ലേ ഇവിടെയുള്ളൂ. ഇനി ഇത് അടച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയാൽ പിന്നീട് വനമായിട്ട് തന്നെ നിൽക്കുവാനും നിർജ്ജീവമായിട്ട്. അപ്പോൾ അന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത വർഷം നീരെഴുന്നള്ളത്ത് എന്നുള്ള ചടങ്ങാണ്. അത് നീര് തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. ഇവിടുത്തെ തന്ത്രി പിന്നെ ആ വാവനി തീർത്ഥം കൊണ്ടുവന്നിട്ടാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ഇതിൽ പിന്നെ ആദ്യത്തെ ക്രിയ നടത്തുന്നത്. അന്ന് കിട്ടുന്നത് ഇത് മൂടി വച്ചിരിക്കുന്ന മണ്ണ്, ചെറുമണ്ണാണ്. അതാണ് പ്രസാദം. അന്ന് വരുന്ന ഭക്തന്മാർക്കൊക്കെ കൊടുക്കുന്നത് ആ പ്രസാദമാണ്. ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ കൊട്ടിയൂർ. തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ ഈ 14 ലോകത്തെ എല്ലാവരെയും യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിന് പങ്കെടുക്കാൻ എത്തി. എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്നു പറഞ്ഞു ശിവൻ സതിയെ വിലക്കി. അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്ന് ശിവൻ മുന്നറിയിപ്പ് നൽകി. ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിന് എത്തി. എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്നു മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെയിരുന്നു. യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സഹിക്കവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവൻ ഒടുക്കി. ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിതനായി. കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പറിച്ചു നിലത്തടിച്ചു. ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു. കോപം പൂണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവൻ തകർക്കുകയും ചെയ്തു. കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറക്കുകയും ചെയ്തു. ശിവൻ താണ്ഡവ നൃത്തം ആടിയ സമയത്ത് ശിരസ് ചിന്നിച്ചിതറിപ്പോയി എന്നാണ് വിശ്വാസം.
ഒട്ടേരിക്കാവ്, അവിടെ വീരഭദ്രസ്വാമിയുടെ സ്ഥാനാണത്. വീരഭദ്രസ്വാമി അവിടെ നിന്ന് ഉത്ഭവിച്ചുകൊണ്ടാണ് ദക്ഷന്റെ തലയറുക്കാൻ പോയത്. അമ്പലത്തിലുള്ള തിടപ്പള്ളിയിലുള്ള അടുപ്പുണ്ട്. ആ അടുപ്പില് 28 ദിവസത്തെ നിവേദ്യവും മറ്റ് കയ്യാലകളിലേക്കുള്ള ഭക്ഷണമടക്കം പാചകം ചെയ്യുന്നത് അവിടെ വെച്ചാണ്. അവിടെ ആ അടുപ്പില് വെണ്ണീര് ഇന്ന് വരെ വാരിയതായിട്ട് ചരിത്രമില്ല. ആ അടുപ്പിലുള്ള ആ വെണ്ണീര് നമ്മുടെ രാജരാജേശ്വരന്റെ ഭസ്മ പാത്രത്തിലേക്കാണ് പോകുന്നതാണ് സങ്കല്പം. ഇത്രയും കാലത്തായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വെണ്ണീർ ആരും വാരലില്ല, എടുക്കാറില്ല. പക്ഷെ അത് ഭസ്മപ്രിയനായ മഹാദേവൻ ആ ഭസ്മമാണ് തേക്കുന്നത് എന്നാണ് സങ്കല്പം.